എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. ചിരിക്കരുതേ. ഇപ്പൊ മെയ് മാസത്തിൽ പോയ കസ്റ്റമർ അവിടുന്ന് കിഴിപ്പൊറാട്ട ഓർഡർ ചെയ്തിട്ട് വാഴേന്റെ എല്ലാം തുറന്ന സമയത്ത് അതിനകത്ത് പുഴുകൂടി. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുട്ടമാ. ഇത് പ്രശ്നമാകും. അത് പുഴു തന്നെയാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആൻഡ് എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാം. എന്താ ഉറക്കം വരുന്നു. മൃണാലിന്റെ ഭാഗത്തുനിന്ന് ഹൈജീനെ കുറിച്ച് പറയുന്ന, ഹോട്ടലിലെ വൃത്തിയെ കുറിച്ച് സംസാരിച്ച അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഹോട്ടലിൽ നിന്ന് ഇത് ഒരിക്കലും വരാൻ പാടില്ല. ഈ വാഴേന്റെ ഇല ചൂടാക്കിയിട്ടല്ലേ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നേ? അപ്പൊ ആ ടൈമിൽ എങ്ങനെ പുഴു അതിൽ വന്നിരിക്കുന്നത്? എനിക്ക് അതൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോഴും ചിലർ പറഞ്ഞു ഇടയിൽ ഫുള്ളായിട്ട് കരിയിച്ച് കളയൊന്നുമില്ല, അല്ല ജസ്റ്റിലൊന്നും ജസ്റ്റ് ചൂടാക്കുകയുള്ളൂ. പുഴു ചിലപ്പോൾ അതിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ അറ്റത്തെവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരുന്നതായിരിക്കണം എന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. വാഴേന്റെ ഇലയിൽ നിങ്ങൾ പുഴു ആവാനേ ചാൻസ് ഉള്ളൂ എന്നാണ്. ഇതൊരു സംഘടിത നീക്കമാണെന്ന് എനിക്ക് സംശയം. ഹൈജീൻ മെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വാഴേന്റെ ഇലയിൽ പുഴു വരാം, പച്ചക്കറിയിൽ പുഴു വരാം, മനസ്സിലായോ? കുക്ക്ഡ് അല്ലാത്ത അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പുഴുപ്പെടാം. പക്ഷെ ഇത് എത്ര പുഴു! ഇയാളുടെ ഈ ആറ്റിറ്റ്യൂഡും ഇയാളുടെ സംസാരവുമാണ് ഈ കോൺസെപ്റ്റിന് ഏറ്റവും വലിയ ഉൾട്ടടിച്ച് നിൽക്കുന്നത്. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ഇത് ഓക്കെ കോൺസെപ്റ്റാണ്. എടോ, താൻ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? ആഹാ, അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല.